ജർമ്മനിയിലെ ഒരു പ്രമുഖമായ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് മാർച്ചിലേക്കുള്ള ഇൻടേക്കിലേക്ക് 5 പേരെ വേണം. അപ്പോൾ ഇവിടെയുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്തുനിന്ന് ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും നാളെ. അപ്പോൾ അതിൽ നിന്ന് 5 പേരെ ഇവർ സെലക്ട് ചെയ്യുമെന്നാണ് എന്നോട് ആ മെസ്സേജിൽ പറഞ്ഞത്. ഞാനപ്പോൾ തന്നെ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തല്ലേ, അപ്പോൾ ഇത് എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഇൻ്റർവ്യൂ നടക്കാൻ നേരമായപ്പോൾ ഞാൻ ഉടമ്പടി തൈലെടുത്ത് എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് ഞാൻ ഇൻ്റർവ്യൂ നടന്നു. അങ്ങനെ ആ ഇൻ്റർവ്യൂവിലെ റിസൾട്ട് വന്നപ്പോൾ 5 പേരിൽ 5ാമനായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഈ ടൈമിംഗ് ഒക്കെ ഇട്ടപ്പോൾ അതിൽ 9 പേരുണ്ടായിരുന്നു. വീണ്ടും എനിക്ക് ടെൻഷനൊക്കെ ആയി. ഞാൻ മനസ്സിൽ പറഞ്ഞു, എന്തായാലും ഉടമ്പടി എടുത്തല്ലേ, കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ വീണ്ടും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. നെറ്റിയിൽ കുരിശൊക്കെ വരച്ചു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 ആഴ്ച എടുത്തു അതിൻ്റെ റിസൾട്ട് വരാൻ. ആ റിസൾട്ട് വരുന്നതിന് മുന്നേ അവർ ഒരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, 5 പേരെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇവരെടുത്തത് 2 പേരെയായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടവും ടെൻഷനൊക്കെ ആയി. ഞാൻ പറഞ്ഞു, അമ്മ ഈ 2 പേരിൽ എന്നെ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അതിന് റിസൾട്ട് വന്നപ്പോൾ ഈ 2 പേരിൽ ഒരാൾ ഞാനായിരുന്നു. എനിക്ക് അമ്മ നീ അനുഗ്രഹത്തിന് വലിയ സന്തോഷം, ഇതിനേക്കാളും ഞാൻ നന്നായിട്ട് മാറി എന്നുള്ളതിനാണ് എനിക്ക് സന്തോഷം. പള്ളിയിൽ പോകാത്ത ഞാൻ ദിവസം പള്ളിയിൽ പോകണു. പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ ടൈം ആകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് പോയായിരുന്നു. ഞാൻ കറക്റ്റ് ടൈം ആകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നു, പ്രൈസിലെ പ്രവർത്തനം ചെയ്യുന്നു. പണ്ടൊക്കെ കൂട്ടുകാർ അവരുടെ അവസ്ഥകൾ പറയും, ഞാൻ പറയും അതൊക്കെ ഓരോരുത്തരുടെ വിധിയാണ്, എൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഇതേപോലെ ഓരോരുത്തർ വിധി വരും എന്നൊക്കെ ഞാൻ പറഞ്ഞത് ഞാനാണ്. ഇപ്പോൾ അവരോട് തന്നെ ഞാൻ പറയാണ്, എനിക്ക് അനുഭവിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചാൽ കിട്ടും, നിങ്ങൾക്ക് എന്തൊക്കെ പ്രാർത്ഥനയോടെ കിട്ടാമെങ്കിൽ നിങ്ങൾക്കും കിട്ടുമെന്ന് പറയുന്ന രീതിയിൽ ഞാൻ മാറി.